ഹായ് കൂട്ടുകാരി, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാ ദിവസവും നമ്മുടെ സ്കിന്നെ എങ്ങനെ നമുക്ക് കെയർ ചെയ്ത് സൂക്ഷിക്കാം എന്നുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. നമുക്ക് ആവശ്യമുള്ള കുറച്ച് പ്രോഡക്റ്റ്സ് മാത്രം മതി നമ്മുടെ സ്കിന്ന് നല്ലതായിരിക്കാൻ. അപ്പം നമ്മൾ മോർണിംഗ് കെയർ, നമ്മൾ ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്യണം. അതിനുശേഷം നമുക്ക് നല്ലൊരു മോയ്സ്ചറൈസർ ഉപയോഗിക്കാം. ഒരു 45 വയസ്സൊക്കെ കഴിഞ്ഞവർക്കാണെങ്കിൽ നമുക്ക് വൈറ്റമിൻ സി സിറം മസ്റ്റായിട്ട് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യണം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പുറത്തോട്ടൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് സൺസ്ക്രീം യൂസ് ചെയ്യാം. ഇതാണ്. അപ്പം ഇതൊക്കെയാണ് മോർണിംഗ് കെയറിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നൈറ്റ് കെയർ ആണെങ്കിൽ ഇപ്പം നമ്മൾ മോർണിംഗ് കെയറിൽ ഇതെല്ലാം നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നൈറ്റ് കെയർ ആകുമ്പം നമ്മൾ ഫേസ് നല്ലവണ്ണം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേണമെങ്കിൽ മോയ്സ്ചറൈസർ, ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഒന്ന് ഉറങ്ങിയാൽ മതി. അല്ലാതെ വേറെ ഒന്നും നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യേണ്ട കാര്യം ഇല്ല. അപ്പം ഈ എൻ്റെ ഒരു ദിവസത്തെ റൊട്ടീൻ എന്ന് പറഞ്ഞാൽ, ഞാൻ ഫസ്റ്റ് തന്നെ ഞാൻ യൂസ് ചെയ്യുന്നത്, ഞാൻ എഴുതിച്ച ഉടനെ ഞാൻ ഒരു ഓയിലെടുത്ത് ചെറുതായിട്ട് ഞാൻ എൻ്റെ ഫേസിലൊന്ന് മസാജ് കൊടുക്കും. അപ്പം ഞാൻ ഇവിടെ യൂസ് ചെയ്യണത് കോക്കനട്ട് ഓയിലാണ്. നമുക്ക് ബട്ടർ യൂസ് ചെയ്യാം, ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്യാം. ഇതെല്ലാം നമുക്ക് നമ്മുടെ സ്കിന്നൊന്ന് മോയിസ്റ്റ് ആയിരിക്കാൻ നമുക്ക് ചെയ്യാം. കാരണം ഒരു 45 വയസ്സ് ഏജൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മസ്റ്റായിട്ട് ഓയിൽ കൊണ്ടൊരു മസാജ് കൊടുക്കണേ. ഓയിൽ കൊണ്ടുള്ള മസാജ് നമ്മുടെ സ്കിന്ന് നല്ലവണ്ണം ബ്രൈറ്റ് ആയിരിക്കാനും നല്ല മോയിസ്റ്റ് ആയിരിക്കാനും യങ് ആയിരിക്കാനും നമ്മളെ സഹായിക്കുവേ. എല്ലാവരും തിരക്കുള്ള വീട്ടമ്മമാരായിരിക്കാം, ജോലിക്ക് പോകുന്നവരായിരിക്കും. എന്നാലും ഇതിൻ്റെ ഇടയിൽ നമുക്ക് വേണ്ടി, നമ്മുടെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ കുറച്ച് സമയം നമുക്ക് മാറ്റി വയ്ക്കാം. എഴുതിച്ചോണേനെ കുറച്ച് ഓയിലെടുത്ത് നമുക്ക് മസാജ്, ഇതൊന്നും വലിയൊരു സമയമല്ല. അതുകൊണ്ട് ഇതെല്ലാവരും മസ്റ്റായിട്ട് ഇതൊന്ന് ഫോളോ ചെയ്ത് നോക്കണേ. അപ്പം ഞാൻ ഓയിൽ കൊണ്ട് മസാജ് ചെയ്യാൻ പറഞ്ഞില്ല. അപ്പം ഈ ഓയിലി സ്കിന്നുള്ളൊരു ആക്നിയും അതുപോലെ നമ്മുടെ മുഖക്കുരുവും ഒക്കെ ഉള്ളവരാണെങ്കിൽ വിചാരിക്കും ഇങ്ങനെ ഓയിൽ കൊണ്ട് മസാജ് ചെയ്താൽ നമ്മളുടെ ഫേസിൽ കുരുക്കൾ കൂടുകയല്ലേ ഉള്ളൂ എന്ന്. അങ്ങനെ കൂടണ്ട. നമുക്കൊരു 1 മിനിറ്റ് നേരം ജസ്റ്റ് ഒന്ന് മസാജ് കൊടുത്താൽ മതി. അങ്ങനെ നമുക്ക് കുരു ഒരുപാട് വരും എന്ന് തോന്നുന്നവർക്ക് ആർഗൻ ഓയിൽ എന്ന് പറയുന്ന ഒരു ഓയിൽ, ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യുന്ന ഓയിലാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഫേസ് ഒന്ന് മസാജ് കൊടുക്കാം. ഒരു പ്രശ്നമില്ല. നമുക്കത് ഓൺലൈൻ വഴിയെല്ലാം നമുക്കത് ശരിക്കും നമുക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കുകയും. അപ്പം ഞാൻ എൻ്റെ മസാജ് എങ്ങനെയാണ് ചെയ്യുന്നത് കാണിക്കും. അപ്പം ഓയിൽ കൊണ്ട് മസാജ് തന്നെ ഒരുപാട് ഓയിലൊന്നും എടുക്കണ്ട. ഒരു 3 തുള്ളി ഒരു ഓയിൽ, 3 തുള്ളി എടുത്താൽ മതി. നമ്മൾ കയ്യിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നല്ല ഒന്ന് ചൂട് കൊടുക്കുന്നു. നമ്മൾ മുഖത്തൊന്ന് തേച്ച് ഒന്ന് പിടിപ്പിക്കുകയാണേ. പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ ചെറിയൊരു മസാജ്, മീൻസ് ഈ ഭാഗങ്ങളിലാണ് സാഗിങ്, പെട്ടെന്ന് നമുക്ക് സാഗ് ചെയ്യണ ഭാഗങ്ങൾ, അവിടെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒരു മസാജ്. അതുപോലെ തന്നെ നമ്മുടെ കഴുത്തിൻ്റെ ഇവിടെ, അതുപോലെ കണ്ണിൻ്റെ ഈ ഭാഗത്ത്, ഈ ബാഗ്സൊക്കെ തൂങ്ങുന്ന ഭാഗത്തൊരു മസാജ്, നെറ്റിയിൽ. ഇങ്ങനെ ഒരു മിനിറ്റ് നേരം നമ്മളൊരു ചെറിയ ഒരു മസാജ് കൊടുത്താൽ മതിയേ. ഈ മസാജ് കൊടുത്തതിന് ശേഷം ഞാൻ ഈ ഓയിൽ ഫേസിൽ ഇട്ടിരുന്നതിന് ശേഷം ഞാൻ ബ്രഷ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും ഞാൻ ഇതിനെ അങ്ങ് മാറ്റണത്. ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം നമ്മുടെ സ്കിൻ എപ്പോഴും നല്ല മോയിസ്റ്റ് ആയിട്ടിരിക്കും. അതിന് വേണ്ടിയാണ് ഞാനിങ്ങനെ ചെയ്യണത്. അപ്പോൾ നമുക്ക് ബട്ടറുണ്ട്. ഈ ഓയിലിന് പകരം നമുക്ക് ബട്ടർ ഒരു ശകലം കയ്യിലെടുത്തതിന് ശേഷം കുറച്ച് തേനുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊരു നല്ല മസാജ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിൻ്റെ താഴെയും ഫേസിലൊക്കെ കറുത്ത ഷെയ്ഡൊക്കെ ഉണ്ടെങ്കിൽ നല്ലവണ്ണം പെട്ടെന്നത് മാറുകയെ. അതിൻ്റെ കൂട്ടത്തിൽ വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ഉണ്ടെങ്കിൽ അതും കൂടെ നമുക്കൊന്ന് പൊട്ടിച്ചിട്ടൊരു മസാജ് കൊടുത്താലും മതി. അതും വളരെ എഫക്റ്റീവാണ്. നമ്മുടെ ഈ വെളിച്ചെണ്ണയിൽ നമ്മളൊരു വൈറ്റമിൻ ഇ ടാബ്ലറ്റും കൂടെ ഇട്ടൊരു മസാജ് കൊടുക്കുകയാണെങ്കിൽ അതും നല്ലതാണ്. അപ്പോൾ എല്ലാം നല്ലതാണ്. ഇങ്ങനെ ചെയ്തതിന് ശേഷം ഞാൻ ഒന്ന് ബ്രഷ് ചെയ്യുമ്പോൾ തന്നെ ഞാനൊന്ന് ക്ലെൻസ് ചെയ്യും. ക്ലെൻസ് ചെയ്യാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഫോക്ടെയിലിൻ്റെ ക്ലെൻസറാണ്. അപ്പം ഞാൻ ഈ പ്രോഡക്റ്റ്സാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കുറച്ച് മാസം കൊണ്ട് ഞാൻ ഫോക്ടെയിലിൻ്റെ പ്രോഡക്റ്റ്സാണ് ഞാൻ യൂസ് ചെയ്യണം. അപ്പോൾ എനിക്കിഷ്ടമായിട്ട് തോന്നി, എനിക്കതൊരു നല്ലതായിട്ട് തോന്നിയുകൊണ്ടാണ് ഞാനിത് അപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇപ്പം നിങ്ങളതിൽ ഏത് ഫേസ് വാഷാണോ നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഫേസ് വാഷ് നിങ്ങൾ യൂസ് ചെയ്താൽ മതി. നല്ല ഒരു എഫക്റ്റ് ആയിരിക്കും. ഇപ്പം ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരുന്നത് മാറ്റണമെന്നൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ നിങ്ങളേത് ആണോ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾ യൂസ് ചെയ്താൽ മതിയേ. അപ്പം ഞാൻ എൻ്റെ ഫേസ് ഒന്ന് കഴുകിയിട്ട് വരാം. അപ്പം ഞാൻ മുഖമെല്ലാം നല്ലവണ്ണം ഒന്ന് ക്ലെൻസ് ചെയ്തു, വാഷ് ചെയ്തു വന്നു.
അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യണ ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഞാനൊരു ടൊമാറ്റോ എടുക്കും, അതിനെ കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ജ്യൂസ് ഞാൻ എൻ്റെ മുഖത്തൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും. ജസ്റ്റ് ഇങ്ങനെ റൗണ്ട് മസാജ് കൊടുത്ത് അതങ്ങ് അപ്ലൈ ചെയ്ത് ഫേസിലിട്ടേക്കും. അതിനുശേഷം ജോലിയെല്ലാം കഴിഞ്ഞ് ഒന്ന് കുളിച്ച് കഴിഞ്ഞിട്ടാണ് ബാക്കി ഞാൻ എൻ്റെ സ്കിൻ കെയർ ചെയ്യണത്. അല്ല, ഫസ്റ്റ് അതിന് കുളിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ചെയ്യണത് ജസ്റ്റ് ഞാൻ ഒന്ന് ടോൺ ചെയ്യും. ടോണർ ഉപയോഗിച്ച് ടോൺ ചെയ്യും. അതിന് ഞാനിവിടെ റോസ് വാട്ടറാണ് യൂസ് ചെയ്യണത്. റോസ് വാട്ടർ യൂസ് ചെയ്ത് റോസ് വാട്ടർ കയ്യിലെടുത്ത് എനിക്ക് മുഖത്തൊന്ന് നല്ലോണം ഒന്ന് ടോൺ ചെയ്യും. ഉണങ്ങിക്കോളും. ടോൺ ചെയ്യും. ടോൺ ചെയ്തതിന് ശേഷം ഞാൻ വൈറ്റമിൻ സി സിറം, ഫോക്ടെയിലിൻ്റെ എണ്ണയാണ് ഇപ്പം ഞാൻ പറഞ്ഞ പ്രോഡക്റ്റ്സ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ വൈറ്റമിൻ സി സിറം ഭയങ്കര സൂപ്പർ എഫക്റ്റീവാണ്. എൻ്റെ സ്കിന്നിന് എനിക്ക് നല്ലവണ്ണം എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ള ഒന്നാണിത്. ഈ വൈറ്റമിൻ ഇ സിറം ഞാൻ അല്പം എടുക്കുന്നു. ഫേസിലിങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്താലും മതി. കയ്യിൽ കുറച്ചെടുത്ത് മാത്രം മതി. ഇങ്ങനെ സ്കിന്നിൽ നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം അടുത്തത് ഫോക്ടെയിലിൻ്റെ തന്നെ മോയ്സ്ചറൈസറാണ്. ഇത് എനിക്ക് ഭയങ്കര എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളതുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്യണത്. മോയ്സ്ചറൈസർ എടുത്ത് ഇത് ഞാനൊന്ന് ഇട്ട് ഒരു 1-2 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. നല്ലൊരു മോയ്സ്ചറൈസറാണ്. നമ്മുടെ മുഖത്തിന് നല്ലൊരു ഗ്ലോ ഫീൽ ചെയ്യേ. ഇത്ര മാത്രം നമ്മൾ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്താൽ മതി. പിന്നെ ജോലിക്കൊക്കെ പോവേണം, നമുക്ക് പുറത്തൊക്കെ പോവേണമെന്നുണ്ടെങ്കിൽ നല്ലൊരു സൺസ്ക്രീൻ SPF 50++ ആ ഒരു സൺസ്ക്രീൻ നമ്മൾ അപ്ലൈ ചെയ്ത് പോവുക. ഇത്രയും നമ്മൾ ചെയ്താൽ മാത്രം മതി. നമ്മുടെ സ്കിന്ന് നല്ല ക്ലിയർ ആയിരിക്കും. സ്കിന്നിൽ ഒരു കുഴപ്പവും ഉണ്ടാവില്ല. ഇങ്ങനെയാണ് നമ്മളെ സ്കിന്ന് കെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് പറഞ്ഞില്ലേ, ഞാൻ ടൊമാറ്റോ കൊണ്ട് ഫേസ് ഒന്ന് മസാജ് കൊടുക്കും. ആ മസാജ് ഞാൻ ചെയ്യണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫേസിലുണ്ടാകുന്ന കറുത്ത ഷെയ്ഡുകൾ താഴെ എല്ലാം എനിക്ക് കറുത്ത ഷെയ്ഡ് ഉണ്ടായിരുന്നു. അത് എല്ലാം മാറി. അത് എല്ലാ ദിവസവും കൃത്യമായിട്ട് ഈ ടൊമാറ്റോ കൊണ്ടുള്ള ഒരു മസാജ് ഞാൻ ഫേസിന് കൊടുക്കും. ഇപ്പം ടൊമാറ്റോയ്ക്ക് പകരം ടൊമാറ്റോ കൊണ്ട് മസാജിന് പകരം നമുക്ക് തൈരുണ്ടെങ്കിൽ തൈരിൽ കുറച്ചൊരു സ്പൂൺ തൈരെടുത്ത് അതിൽ കുറച്ച് ടൊമാറ്റോയുടെ ജ്യൂസും കൂടെ ആഡ് ചെയ്ത് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്താലും മതി. അങ്ങനെ അതവിടെ കിടക്കട്ടെ. നമ്മുടെ ജോലിയെല്ലാം തീർന്നതിന് ശേഷം നമ്മൾ എന്തായാലും കുളിക്കുമല്ലോ. കുളിക്കുമ്പം ഇതങ്ങ് മാറ്റും. അപ്പോൾ അത് ഭയങ്കര എഫക്റ്റീവാണ് ആ ഒരു പാക്ക്. എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചിരുന്നു, രാവിലെ അപ്ലൈ ചെയ്യാവുന്ന പാക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം, അത് ഏത് പാക്ക് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇതാണ് ഞാൻ അപ്ലൈ ചെയ്യുന്ന പാക്ക്. ഇത് ഭയങ്കര എഫക്റ്റീവും ആയിരിക്കും. ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് നമ്മൾ ചെയ്താൽ മതി. സമയമില്ലാത്തപ്പം വെറും ടൊമാറ്റോ കൊണ്ടൊരു മസാജ്, അല്ലെന്നുണ്ടെങ്കിൽ തൈരും ടൊമാറ്റോയും. ഇതും വളരെ എഫക്റ്റീവാണ്. പിന്നെ ഞാൻ എൻ്റെ വീഡിയോകളിലെല്ലാം നമ്മൾ അടുക്കളയിൽ കിട്ടുന്ന സാധനങ്ങൾ കൊണ്ടുള്ള പാക്കുകളും മസാജിങ്ങും ഒക്കെയാണ് കാണിച്ചിട്ടുള്ളത്. അത് ആഴ്ചയ്ക്ക് നിങ്ങൾക്ക് അതിലേതാണോ സ്യൂട്ടായിട്ട് തോന്നുന്നത് അത് നിങ്ങൾക്ക് ആഴ്ചയ്ക്ക് 1-2 ദിവസം നിങ്ങൾക്കത് ചെയ്യാം. ചെയ്താലും മുഖം നല്ല ക്ലിയർ ആയിരിക്കും. മുഖത്ത് ഒരു കറുത്ത ഷെയ്ഡും വരില്ല, ഒന്നും മുഖത്ത് വരില്ല. മുഖം നല്ല ക്ലിയർ ആയിരിക്കും. അങ്ങനെയും ചെയ്യാം. ഇതൊക്കെയാണ് നമ്മൾ സ്കിന്നിൽ ചെയ്യുന്ന ഒരു ദിവസം സ്കിന്നിൽ നമ്മൾ ചെയ്യണത്, മുഖത്ത് നമ്മൾ ചെയ്യണത്. അതുപോലെ തന്നെ നമ്മൾ വൈകുന്നേരം നമ്മൾ ഒന്ന് കിടക്കുന്നതിന് മുമ്പേ നമ്മളെ സ്കിന്ന് നല്ലവണ്ണം ഒന്ന് ക്ലീൻ ചെയ്യണം. ക്ലെൻസർ ഉപയോഗിച്ച് സ്കിന്ന് നല്ല ക്ലീൻ ചെയ്യുക. വേണമെങ്കിൽ മോയ്സ്ചറൈസർ ഡ്രൈ സ്കിന്നൊക്കെ ആണെങ്കിൽ ഒന്ന് അപ്ലൈ ചെയ്യുക, കിടക്കുക. അതായിരിക്കും ബെറ്റർ. പിന്നെ ഈ ചില ഓയിൽസൊക്കെ ഉണ്ട്, അതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഫേസിൽ അതൊക്കെ അപ്ലൈ ചെയ്യണമെങ്കിൽ 1-2 തുള്ളി എടുത്തതിന് ശേഷം ഒന്ന് അപ്ലൈ ചെയ്യുക. അത്രമാത്രം ചെയ്താൽ മതിയേ. അപ്പം എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. ഇതൊക്കെയാണ് എങ്ങനെയാണ് നമ്മളെ സ്കിന്നൊന്ന് സൂക്ഷിക്കുന്നത്. ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്നിങ്ങനെ
ഇത് നമ്മളിങ്ങനെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് തുറന്നുകൊണ്ട് വരികയാണെങ്കിൽ നമ്മുടെ സ്കിന്ന് നല്ല ക്ലിയർ ആയിരിക്കും, പെട്ടെന്ന് പ്രായം നമ്മളെ ബാധിക്കുകയുമില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കണം. അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, ഒപ്പം നിങ്ങൾ സബ്സ്ക്രൈബും ചെയ്യണേ. അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നവരെ